വെക്കേഷൻ ആണല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു പേപ്പർ ക്രാഫ്റ്റ് റെഡിയാക്കാം, അതിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ന്യൂസ് പേപ്പറാണ്. ഇപ്പം നമുക്ക് ന്യൂസ് പേപ്പർ, പിന്നെ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതുപോലെ, പിന്നെ നമുക്ക് സിസേഴ്സ് എന്തായാലും വേണം, പിന്നെ ഒരു പെൻസിൽ, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ത്രെഡിലുള്ളതാണ്, ത്രെഡ് വർക്കാണ്. നമുക്ക് വേണമെങ്കിൽ ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ പേപ്പർ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തന്നെ എന്തായാലും വേസ്റ്റായി പോകുന്ന ഒത്തിരി ന്യൂസ് പേപ്പേഴ്സ് കാണാം. ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, മാഗസീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ ഇപ്പോൾ കറക്റ്റ് മെഷേഴ്സ് വേണമെന്നില്ല. ഇപ്പോൾ ഇൻ കേസ് കുഞ്ഞുങ്ങൾക്ക് മെഷേഴ്സ് വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്തിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു സ്ക്വയർ മെഷർ ചെയ്തെടുക്കാം. ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ സ്കെയിലില്ല, നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പറിൻ്റെ ഹാഫ് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒരു 8 പീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 10 ഇൻറ്റു 20 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുവാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 10 ഇൻറ്റു 20 സെൻറ്റിമീറ്ററാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വരച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുവാണ്. ടോട്ടൽ നമുക്ക് വേണ്ടത് 8 പേപ്പേഴ്സാണ്. One, 2, 3, 4, 5, 6, 7, 8 പേപ്പേഴ്സാണ്. അപ്പം ഈ 8 പേപ്പേഴ്സിലൊന്ന് നമ്മൾ സൈഡിൽ റോൾ ചെയ്ത് തുടങ്ങണം. ഇത് റോൾ ചെയ്യുന്ന ടൈമിൽ അധികം ലൂസാകാതെ തന്നെ കുറച്ച് ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ നോക്കണം. ലൂസ് ആവുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ 8 റോൾസ് ആണ് നമുക്ക് ആവശ്യം. നോർമലി നമ്മൾ റോൾ ചെയ്യുന്ന ടൈമിൽ പല ഡിഫറെൻറ്റ് സൈസായിരിക്കും വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് ലാസ്റ്റാണ് റോള്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അധികം ലൂസാകാണ്ട് നോക്കുക. ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 8 സ്റ്റെം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് പലതും പല ഡിഫറെൻറ്റ് സൈസാണില്ലേ. അപ്പോൾ ഈ സൈസ് എല്ലാം സെയിം ആക്കണം. അപ്പോൾ ഈ എൻഡ് വരുന്ന പോർഷൻസ് എല്ലാം നമുക്ക് ഒരുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡെല്ലാം ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ആ എൻഡ് വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ കണ്ടോ, എല്ലാ സൈഡും ഈക്വൽസ് ആയി. കണ്ടോ,
അപ്പോൾ ഈ 8 എണ്ണം എടുത്തിട്ട് നമ്മൾ ഓരോന്നും സ്ക്വയർ പോലെ വെച്ച് ഇതുപോലെ സ്ക്വയർ രീതിയിലായിരിക്കണം ഗം ചെയ്യേണ്ടത്, പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതുപോലെ സ്ക്വയറാക്കി വെച്ചു. അതായത് ഒരു സ്റ്റെമ്മിൻ്റെ മുകളിൽ അടുത്ത സ്റ്റെം അങ്ങനെ വെക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഗ്ലൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ 4 എൻഡും ഇതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ചില ഗ്ലൂ പെട്ടെന്ന് ഉണങ്ങും, ചിലത് ഡ്രൈ ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്ക്വയർ റെഡിയായി. അപ്പോൾ നമുക്ക് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാം. ഇനി അടുത്ത ബാക്കി വന്ന 4 സ്റ്റെം എടുത്ത് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അഗെയിൻ 2 സ്റ്റെം ഇതുപോലെ വെച്ചു. അതിൻ്റെ പുറമേ ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. അടുത്ത സ്റ്റെം എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. കണ്ടോ, അപ്പോൾ നമുക്ക് 2 സ്ക്വയർ പീസസ് കിട്ടി. ഇപ്പോൾ നമുക്കിനി കുറച്ച് ടൈം കൊടുക്കാം ഇത് ഡ്രൈ ആവാനായിട്ട്. ഇപ്പോൾ കുറച്ച് ടൈമായി, ഡ്രൈ ആയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഡ്രൈ ആയോന്ന്. ഓക്കെ, അപ്പോൾ ഈ 2 സ്ക്വയർ പീസസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് 2 സ്ക്വയർ പീസസ് അല്ലേ, അപ്പോൾ നമ്മളൊരു വാൾ ഹാങ്ങിങ് ചെയ്യാനായിട്ട് കുറച്ച് ഭംഗി കണ്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയായിരിക്കും അല്ലേ. ഇതുപോലെ 2 സ്ക്വയർ പീസസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ 2 സൈഡിലും മറ്റേത് ഗ്ലൂ ചെയ്തതുപോലെ തന്നെ നമുക്കിതിൻ്റെ പുറമേ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്യാണ്, ഈ സൈഡിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. മുന്നേ നമ്മൾ ഡ്രൈ ആയതുപോലെ തന്നെ നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് ഈ സ്ക്വയറിൻ്റെ ഒരു എൻഡ് സൈഡായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹാങ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇത് അത്രയും ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചേറെ നേരം ഡ്രൈ ആവാനുള്ള ടൈം കൊടുക്കണം. ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ്, ഇതിൽ വയ്ക്കാനുള്ള ഫ്ലവേഴ്സ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സ്, കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ പേപ്പേഴ്സ് തന്നെ വേണമെന്നില്ല, മാഗസിൻ പേപ്പറോ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറോ എടുത്തിട്ട് അതിനകത്ത് കളർ ചെയ്താലും മതിയായിരിക്കും. 15ൻ്റെ ഒരു സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 4ആയിട്ട് മടക്കാം, കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ പീസിന് തന്നെ അഗെയിൻ നമ്മൾ ഫോൾഡ് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പെറ്റൽസ് വരയ്ക്കുന്നതാണ്, പെൻസിൽ വെച്ച് വരയ്ക്കാം. ഇതുപോലെ അതിൻ്റെ ഇതളുകൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനനുസരിച്ച് നമ്മൾ സിസേഴ്സിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഗ്ലൂ വെച്ച് ഇത് കവർ ചെയ്തെടുക്കണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെറ്റൽസോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പേൾസോ മുത്തുകളോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ജസ്റ്റ് പേപ്പർ തന്നെ ജസ്റ്റ് ചുരുട്ടി ഇതിനകത്ത് പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ച് 2-3 ട്രൈ ചെയ്യാം. എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കളർ പേപ്പർ ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങളാരും വിഷമിക്കണ്ട.
അപ്പോൾ മാഗസീൻ്റെ പേപ്പർ ആയാലും അതെടുത്തിട്ട് ജസ്റ്റ് പെയിൻറ്റ് ചെയ്താലും മതി. ഓക്കെ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. കണ്ടോ, ഫ്ലവേഴ്സ് 8 ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ സെൻറ്ററിലും ഓരോ ഫ്ലവേഴ്സ് വെക്കാനാണ്. അതുകൊണ്ട് 8 ഫ്ലവേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ സീക്വൻസുകളോ അല്ലെങ്കിൽ പേൾസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ കൂടെ തന്നെ നമ്മൾ ലീഫും കൂടെ കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് നമ്മുടെ ലീഫിന് വേണ്ടുന്ന ഒരു സൈസ് വെറുതെ ഒന്ന് കട്ട് ചെയ്താൽ മതി. കണ്ടോ, ജസ്റ്റ് ഞാനൊന്ന് ഫോൾഡ് ചെയ്തു പേപ്പർ, ചെറിയൊരു പേപ്പർ എടുത്ത് അതിൽ രണ്ടാമത്തെ ഫോൾഡ് ചെയ്തു. വളരെ എത്ര വരും, 2.5 സെൻറ്റിമീറ്റർ സൈസൊക്കെ വരത്തുള്ളൂ. കട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തേ. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒരു പോർഷനാണ്. ഈ പോർഷൻ നമ്മുടെ ലീഫിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ലീഫിൻ്റെ അതേ മോഡലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം ബ്രാഞ്ചസ് പോലെ വരുന്നെങ്കിൽ ഇതുപോലെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും. നമ്മൾ വെറുതെ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടിലും കണ്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലീവ്സ് നമുക്ക് ഉണ്ടാക്കാം ഈ ഫ്ലവേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആറായി. അധികം ലീവ്സ് ഒന്നും ചെയ്തില്ല, വളരെ കുറച്ച് ലീവ്സ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചധികം ലീവ്സ്, ഭംഗി എത്രത്തോളം വരുന്നു അതിനനുസരിച്ച് ഫ്ലവേഴ്സും ലീവ്സും എല്ലാം ആഡ് ചെയ്യാൻ നോക്കുക. ഇത് ഞാനിപ്പോൾ വളരെ കുറച്ച് ലീവ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത്രയും ലീവ്സാണ് ചെയ്തത്, ഇത്രയും ലീവ്സും ചെയ്തു, ഇത്രയും ഫ്ലവേഴ്സും ചെയ്തു. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ബീഡ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ബീഡ്സ് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്ലൂ കൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള ഈ ഒരു പിങ്ക് കളർ ബീഡ്സാണുള്ളത്, അപ്പം അത് ഞാൻ കൊടുക്കുകയാണ്. കണ്ടോ, അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഈ ബീഡ്സ് വയ്ക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഇനി 2 ഫ്ലവറിലും കൂടെ ഉള്ളൂ നമുക്ക് ബീഡ്സ് വയ്ക്കാനായിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഡ്രൈ ആയെന്ന് തോന്നുന്നു. ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ എൻഡിലും ജോയിൻ ചെയ്യുന്ന, അതായത് ഈ സ്റ്റെം ജോയിൻ ചെയ്യുന്ന ഓരോ എൻഡിലും ഈ ഓരോ ഫ്ലവേഴ്സ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈം ഇനി ഡ്രൈ ആകാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ കണ്ട ലീവ്സ്, അധികം ലീവ്സ് ഞാൻ ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ലീവ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലീവ്സ് എവിടെയാണോ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നമുക്ക് വയ്ക്കാം.
നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇതിനെ ഡ്രൈ ആക്കാം. ഈ ലീഫെല്ലാം നമ്മളിപ്പോൾ വെച്ചതല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഡ്രൈ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കളേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ വാട്ടർ കളറെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെമ്മിലൊക്കെ കൊടുക്കാം കേട്ടോ. കളർ നല്ല ഭംഗിയായിരിക്കും. ഫുൾ ബ്ലാക്കോ ബ്രൗണോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പം നിങ്ങൾക്ക് വീട്ടിലിത് ഡ്രൈ ചെയ്യാം. നമുക്ക് കുറച്ച് നേരം ഇത് ഡ്രൈ ആയിട്ട് വരാം. നമുക്കിപ്പം ഇത് അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഇത് പേപ്പർ ത്രെഡാണ്. നിങ്ങൾക്ക് പേപ്പർ ത്രെഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് റബ്ബർ ബാൻഡ്സ്, പാൻറ്റൊക്കെ ഇപ്പോൾ ആവശ്യം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്ന പേപ്പർ ത്രെഡാണ്. പേപ്പർ ത്രെഡോ നൂലോ അങ്ങനെ എന്ത് വേണമെങ്കിലും കുറച്ച് കട്ടിയുള്ളതായിരുന്നാൽ മതി. കാര്യം ഈ ഹാങ്ങിങ്ങിന്, അതായത് ഈ ഒരു വാൾപേപ്പർ ഹാങ്ങിങ്ങിന് അത്രയും വെയിറ്റ് വരത്തില്ലല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള ഹാങ്ങിങ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പേപ്പർ ത്രെഡാണ്. അത് ഇതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പേപ്പർ കട്ടിങ് എടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുത്ത് കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് അതിനകത്ത് ഗ്ലൂ തേക്കുക. ഈ ഒരു എൻഡ് കണ്ടോ, ഇതിൻ്റെ 2 എൻഡും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, പെട്ടെന്ന് കഴിയില്ല. കണ്ടോ, ഇതുപോലെ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൂടെ അടുത്ത ഒരു ലെയർ ഈ ഒരു ഫെവിക്കോൾ ഇതുപോലെ ചെയ്തിട്ട് ഫാബ്രിക് ഗ്ലൂ ചെയ്തിട്ട് ബാക്കിൽ വന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, അപ്പോൾ ഹാങ്ങിങ്ങിനായിട്ട് ഈസി ആയിട്ട് ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഉണങ്ങുന്ന ടൈം കുറച്ചെടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്കിതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂവോ അല്ല ഫാബ്രിക് കളേഴ്സ്, ഇപ്പം എല്ലാവരുടെ വീട്ടിലും കാണും ഫാബ്രിക് കളേഴ്സോ അല്ലെങ്കിൽ വാട്ടർ കളേഴ്സ് ആയാലും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു 3 ലൈൻസ് കൊടുക്കാം, ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇതിന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെടുത്ത് ഹാങ് ചെയ്യാം. നിങ്ങൾക്ക് ടൈമുള്ള അനുസരിച്ച് ഇത് ഫുൾ കളർ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് തന്നെ ബീഡ്സ് വർക്കൊക്കെ വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഹാങ്ങിങ് ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് ഫുൾ സൈസ് അതായത് ഈ സ്റ്റെംസിലെല്ലാം നിങ്ങൾക്ക് കളർ ചെയ്യാം. അതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യാം. ഈ ഫ്ലവേഴ്സിനുള്ളിൽ അതുപോലെ തന്നെ കളേഴ്സൊക്കെ അടിക്കാം. അപ്പോൾ ഇതിനെക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹാങ്ങിങ്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് കുറച്ച് ടൈം വേണം അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ.